ആലുവ രാജഗിരി ആശുപത്രിയിൽ കരളിൽ തറച്ച മീൻമുള്ള് ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്തു. വിട്ടുമാറാത്ത പനി, ചുമ എന്നിവയുമായി ചികിത്സ തേടിയ യുവാവിന്റെ കരളിൽ നിന്നാണ് ഡോക്ടർമാർ മീൻമുള്ള് കണ്ടെത്തിയത്. സാർ, ഈ വാർത്ത വന്നതിന് ശേഷം ഒരുപാട് പേർക്കുള്ളൊരു സംശയമാണ്, എങ്ങനെ ഈ മീൻമുള്ള് കരളിലെത്തി എന്നുള്ളത്. അത് ശരിക്കും എന്താണ് സംഭവിച്ചത്? അത് ഈ മീൻമുള്ള സാധാരണയായി വിഴുങ്ങി കഴിയുമ്പോൾ തൊണ്ടയിൽ കുടുങ്ങുമോ അല്ലെങ്കിൽ നമ്മുടെ അന്നനാളത്തിൽ കുടുങ്ങിയാണ് നമ്മൾ മിക്കപ്പോഴും കാണാറ്. അന്നനാളത്തിൽ നിന്ന് അങ്ങോട്ട് കിടന്നു പോയി കഴിഞ്ഞാൽ പലപ്പോഴും വലിയ കുഴപ്പമില്ലാതെ അങ്ങ് താഴേക്ക് അങ്ങ് പോകും. പക്ഷേ ഇത് കുറച്ച് നീളമുള്ള കുറച്ച് കട്ടിയുള്ള മുള്ളായിരുന്നു. അത് ആമാശയത്തിലെത്തിയ ശേഷം, ആമാശയത്തിൻ്റെ തൊട്ടടുത്താണ് കരളിരിക്കുന്നത്. അപ്പോൾ ആമാശയത്തിൻ്റെ ഒരു ഭിത്തി തുളർന്ന് കയറി പുറത്തേക്ക് വന്ന് അവിടെ നിന്ന് കരളിലേക്ക് കയറി അവിടെ തറച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതങ്ങനെയാണ്. ഇപ്പോൾ ചിലർക്ക് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വേറെ ഒരെണ്ണം ഉണ്ടായിരുന്നു, ഒരു മാലദ്വീപ്സിലൊരു പേഷ്യൻ്റ്. അവരുടെ ഇതേപോലെ തുഴഞ്ഞു കയറി നമ്മുടെ മെയിൻ അയോട്ട IVC എന്നൊക്കെ പറഞ്ഞ രക്തക്കുഴലിൻ്റെ മേളിൽ റെട്രോപെരിറ്റോണി എന്ന് പറഞ്ഞ ഭാഗത്ത് കിടക്കുമായിരുന്നു. അത് ഏകദേശം ഒരു 5-6 സെൻറ്റിമീറ്ററോളം നീളം. അങ്ങനെ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. സൂക്ഷിച്ച് കഴിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ.